മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ അടുത്ത കാലത്തായി വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മമ്മൂട്ടിയെ കുറിച്ചുള്ള ചില സത്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് ചലച്ചിത്ര നടനും ട്രാൻസ്പോർട്ട് മന്ത്രിയുമായ ഗണേഷ് കുമാറാണ്. നടൻ എന്ന രീതിയിലും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിലും തന്റേതായ ഇടമുണ്ടാക്കിയിട്ടുള്ള ആളാണ് ബി ഗണേഷ് കുമാർ. മമ്മൂട്ടിയുമായി മുൻപ് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് തന്നെ ഇഷ്ടമല്ലെന്ന് മന്ത്രിയും നടനുമായ ഗണേഷ് കുമാർ പറയുന്നു. എന്നാൽ മോഹൻലാലുമായി തനിക്കും തന്റെ കുടുംബത്തിനും ഇപ്പോഴും അടുത്ത ബന്ധമുണ്ടെന്നും ഗണേഷ് പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ മമ്മൂട്ടിയുടെ വലിയ ആരാധകനാണ്, പക്ഷേ മമ്മൂക്കയ്ക്ക് എന്നെ ഇഷ്ടമല്ല. അതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ ഒരു നടൻ എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും റോൾ മോഡലാക്കി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. പിന്നീട് പുള്ളി നമ്മളോട് അകന്നു നിൽക്കുന്നതാണ് കണ്ടത്. ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് 20 വർഷത്തിന് മുകളിലായി. ദി കിങ് ആണെന്ന് തോന്നുന്നു അവസാനമായി ഒരുമിച്ച് അഭിനയിച്ച ചിത്രം. എന്തുകൊണ്ടോ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണത്. എന്തായാലും എന്തുകൊണ്ടാണെന്നൊന്നും ഞാൻ പോയി ചോദിച്ചിട്ടില്ല. ആരോടെങ്കിലും പോയി അവസരം ചോദിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് വന്ന അവസരങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ. വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പോലെ നീ കഴിക്കേണ്ട ധാന്യത്തിൽ നിന്റെ നാമം എഴുതിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെ ഞാൻ അഭിനയിക്കേണ്ട പടങ്ങളിൽ അഭിനയിച്ചെന്ന് വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ വെച്ച് കാണുമ്പോൾ മമ്മൂക്കയോട് ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്നെ എന്തുകൊണ്ടോ ഇഷ്ടമല്ല. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുമ്പോൾ അദ്ദേഹത്തിന് 36 വയസ്സാണ്. ഞാൻ അന്ന് സിനിമയിലില്ല, കോളേജ് വിദ്യാർത്ഥിയാണ്. വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കൊരു വിരോധമുണ്ട്. ഇടവേള ബാബു, സിദ്ദിഖ്, മുകേഷ് എന്നിവരൊക്കെ ഫോണിൽ വിളിക്കാറും സംസാരിക്കാറുമുണ്ട്. ലാലേട്ടനുമായി സിനിമയിൽ വരുന്നതിന് മുൻപേ അറിയാം. ലാലേട്ടൻ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഒരു സൂപ്പർ സ്റ്റാർ എന്നതിലുപരി കുടുംബവുമായുള്ള ബന്ധമാണ്. ആദ്യമൊക്കെ മോഹൻലാൽ വില്ലനായിരുന്നല്ലോ. ഈ സമയത്ത് ചില കോളേജ് വിദ്യാർത്ഥികളൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ വരും അദ്ദേഹത്തെ കാണാൻ. ശങ്കറിനെയാണ് കാണുക. ശങ്കറിന്റെ മുടിയൊക്കെ അവർ തൊട്ടുനോക്കും. പക്ഷെ ലാലേട്ടന്റെ അടുത്ത് വരില്ല. അദ്ദേഹത്തെ വളരെ പേടിയാണ്. രാഷ്ട്രീയത്തിൽ പോലെ സിനിമയിൽ തിളങ്ങാൻ സാധിക്കാതിരുന്നത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളുടെ സ്നേഹമാണ്. നമ്മൾ ചെയ്യുന്ന ജോലി അവർ മനസ്സിലാക്കുകയും നമ്മുടെ സത്യസന്ധത അവർ തിരിച്ചറിയുകയും ചെയ്താൽ അവർ നമ്മളെ പിന്തുണയ്ക്കും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ സിനിമയിൽ അങ്ങനെയല്ല. ഫോക്കസ് ഉണ്ട്, നമ്മളെ ഒതുക്കും. അത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ അങ്ങ് ചെയ്യും. നിർദോഷമായ ഉപദ്രവം ചെയ്യും. എന്നെ പ്രിയദർശനും രഞ്ജി പണിക്കരും ഷാജി കൈലാസും ഡെന്നിസ് ജോസഫുമാണ് സിനിമയിൽ സഹായിച്ചിട്ടുള്ളത്. നിങ്ങളൊരു പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കില്ല. സിനിമയിൽ ജാതി ഉണ്ട്, ചില കൂട്ടുകെട്ടുകളുണ്ട്, ലോബികളുണ്ട്. വലിയ നടന്മാരൊന്നും നമ്മളെ ദ്രോഹിക്കുമെന്ന് കരുതില്ലല്ലോ. രജനീകാന്ത് എന്ന നടൻ നമ്മളെ ദ്രോഹിച്ചിട്ട് എന്തേലും കിട്ടുമോ? അതുപോലെ ഇവിടെ ചിലർ നമ്മളെ ദ്രോഹിക്കും, ഗണേഷ് കുമാർ പറഞ്ഞു. അതേസമയം കമന്റ് ബോക്സ് നിറയെ ഗണേഷ് കുമാറിനെ വിമർശിച്ചുള്ള കമന്റുകളാണ്. മമ്മൂട്ടിക്ക് നല്ല സിനിമകൾ മാത്രമല്ല, നല്ല വ്യക്തികളെ കൂടി തിരഞ്ഞെടുക്കാൻ അറിയാമെന്ന് ചിലർ കമന്റ് ചെയ്യുന്നു.